ചിലപ്പോൾ ഏറ്റവും വലിയ നിധികൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നവയാണ്. വളരെ അടുത്താണ്, വളരെ പരിചിതമാണ്. നമ്മൾ അവയെ കാണുന്നത് തന്നെ നിർത്തും. കാഴ്ചയിൽ കാണുന്ന നിധി. തേയിലത്തോട്ടത്തിലെ എൻ്റെ അനുഭവം ഓർക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. അതിരാവിനെ ഇലകളിൽ മൃദുവായി മൂടൽമഞ്ഞ്, തൊഴിലാളികൾ ദിവസം ആരംഭിക്കുന്നതിൻ്റെ ശാന്തമായ താളം. വർഷങ്ങൾക്ക് മുമ്പ് അടുത്തുള്ള ഗ്രാമത്തിൽ നിന്നുള്ള ചില യുവാക്കളെ ഞാൻ അവിടെ കണ്ടു. ശോഭയുള്ള, പ്രതീക്ഷയുള്ള, സ്വപ്നങ്ങൾ നിറഞ്ഞ അവർ കഠിനാധ്വാനം ചെയ്തു. അവർ പരീക്ഷകളിൽ വിജയിച്ചു. ഒടുവിൽ അവരിൽ ചിലർക്ക് സർക്കാർ ജോലി ലഭിച്ചു. മുഴുവൻ ഗ്രാമവും ആഘോഷിച്ചു. സന്തോഷത്തിൻ്റെ വിളവെടുപ്പ് പോലെ തോന്നി. പക്ഷെ പതുക്കെ എന്തോ മാറി. അവർ പോയി. അവർ നഗരത്തിൽ ജീവിതം കെട്ടിപ്പടുത്തു. ക്രമേണ അവർ തിരിച്ചുവരവ് നിർത്തി. സന്ദർശിക്കാൻ പോയില്ല. അവർ പഠിച്ച കാര്യങ്ങൾ പങ്കിടാൻ പോയില്ല. അവർ വളർന്നതുപോലെ മറ്റൊരു യുവാവിനെ ഉയരാൻ സഹായിക്കാൻ പോയില്ല. തേയിലക്കുടങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു നിശബ്ദ ചോദ്യം പ്രതിധ്വനിക്കാൻ തുടങ്ങി. നമ്മുടെ ഏറ്റവും അടുപ്പമുള്ള ആളുകളെ വിലമതിക്കുന്നത് ചിലപ്പോൾ ഇത്ര ബുദ്ധിമുട്ടായിരിക്കുന്നത് എന്തുകൊണ്ട്? നമ്മുടെ അരികിൽ വളർന്ന വ്യക്തിയെ ആഘോഷിക്കുന്നതിനേക്കാൾ ദൂരെ നിന്ന് വിജയത്തെ അഭിനന്ദിക്കുന്നത് എന്തുകൊണ്ട് എളുപ്പമാണ്? നമ്മൾ കാണുന്ന നിധിയെ നമ്മൾ എന്തുകൊണ്ട് നഷ്ടപ്പെടുത്തുന്നു? ആ ചോദ്യം നമ്മെ നേരിട്ട് ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കൊണ്ടുവരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു തൻ്റെ ജന്മനാടായ നസ്രയത്തിലേക്ക് മടങ്ങുന്നു. തെരുവുകൾ പരിചിതമാണ്, വീടുകൾ പരിചിതമാണ്. ആളുകൾക്ക് അവൻ്റെ കുടുംബത്തെ അറിയാം. അവർക്ക് മറിയയെ അറിയാം. അവർ ജോസഫിനെ ഓർക്കുന്നു. യേശു വളരുന്നത് അവർ കണ്ടു. എന്നാൽ യേശു സിനഗോഗിൽ സംസാരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ എന്തോന്നു സംഭവിക്കുന്നു. വിശ്വാസത്തിൻ്റെ പകരം പ്രതിരോധമുണ്ട്. അത്ഭുതത്തിന് പകരം അപരാധമുണ്ട്. അവർ പറയുന്നു, ഇത് യോസഫിൻ്റെ മകനല്ലേ? നമുക്കവൻ്റെ കുടുംബത്തെ അറിയില്ലേ? അവൻ ആരാണെന്ന് അവർക്ക് കാണാൻ കഴിയില്ല. കാരണം അവൻ വളരെ പരിചിതനാണ്. ഏറ്റവും വലിയ നിധി അവരുടെ മുന്നിൽ നിൽക്കുന്നു. അവർക്കത് നഷ്ടമാകുന്നു. അവർക്ക് വ്യക്തമായ കാഴ്ചയിൽ നിധി നഷ്ടപ്പെടുന്നു. പക്ഷേ മനോഹരമായ എന്തോ എന്നവർ ശ്രദ്ധിക്കുന്നു. യേശു അവരോട് തർക്കിക്കുന്നില്ല. അവനവരെ വിശ്വസിക്കാൻ നിർബന്ധിക്കുന്നില്ല. അവൻ കയ്പുള്ളവനോ കോപിക്കുന്നവനോ ആകുന്നില്ല. അവൻ തൻ്റെ ദൗത്യം തുടരുന്നു. അവൻ തന്നെ പിതാവിൽ ഭരമേൽപ്പിക്കുന്നു. അവരുടെ തിരസ്കരണം അവൻ ആരാണെന്ന് മാറ്റുന്നില്ല. അവരുടെ അവിശ്വാസം ദൈവത്തിൻ്റെ പദ്ധതിയെ തടയുന്നില്ല. വിശബ്ദമായി, വിശ്വസ്തയോടെ അവൻ മുന്നോട്ട് നീങ്ങുന്നു. ഇവിടെ സുവിശേഷം ഒരു കണ്ണാടിയായി മാറുന്നു. കാരണം നസ്രേത്ത് ഒരു സ്ഥലം മാത്രമല്ല. നസ്രേത്ത് നമ്മുടെ ഹൃദയങ്ങളാകാം. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഏറ്റവും അടുപ്പ ആളുകളെ നോക്കുന്നു. അവരെ വ്യക്തമായി കാണുന്നത് നിർത്തുന്നു. ഒരു അയൽക്കാരൻ, ഒരു സഹപ്രവർത്തകൻ, ഒരു സഹോദരനോ സഹോദരിയോ, ഒരു സഹ ഇടവകക്കാരൻ. ഞങ്ങൾ പറയുന്നു, എനിക്കവരെ അറിയാം, എനിക്കവരുടെ ഭൂതകാലം അറിയാം, എനിക്കവരുടെ പരിധികളറിയാം. പതുക്കെ നമ്മളവരെ ഒരു ചെറിയ പെട്ടിയിൽ വയ്ക്കുന്നു. പക്ഷേ ദൈവം നമ്മുടെ പെട്ടികൾക്കുള്ളിൽ പ്രവർത്തിക്കുന്നില്ല. ദൈവം പലപ്പോഴും സാധാരണക്കാരിലൂടെ പ്രവർത്തിക്കുന്നു. അടുത്തുള്ളവയിലൂടെ, പരിചിതവയിലൂടെ, വ്യക്തമായ കാഴ്ചയിൽ നിധി. ചിലപ്പോൾ മറ്റൊരു വാക്ക് നമ്മുടെ ഉള്ളിൽ മന്ത്രിക്കുന്നു. അസൂയയുടെ ശാന്തമായ ശബ്ദം. എന്തുകൊണ്ടതവർ? എങ്ങനെ അവർ വിജയിച്ചു? എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? എന്നാൽ സുവിശേഷം നമ്മെ വ്യത്യസ്തമായി കാണാൻ ക്ഷണിക്കുന്നു. മറ്റൊരാളുടെ വിജയം ഒരു ഭീഷണിയല്ല, അതൊരു അനുഗ്രഹമാണ്. നമ്മുടെ അടുത്തുള്ള ഒരാൾ വളരുമ്പോൾ ദൈവം മുഴുവൻ സമൂഹത്തിനു വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് വചനം നമ്മോടൊരു ശ്രീലിമമായ ചോദ്യം ചോദിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് ഒരു മറഞ്ഞിരിക്കുന്ന അനുഗ്രഹം? അവർ വളരെ പരിചിതരായതുകൊണ്ട് നിങ്ങൾ ആരെയാണ് വ്യക്തമായി കാണുന്നത് നിർത്തിയിരിക്കുന്നത്? വ്യക്തമായ കാഴ്ചയിൽ നിധി ആരായിരിക്കും? എൻ്റെ സുഹൃത്തുക്കളെ, നമ്മുടെ നസ്രേത്ത് നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നമ്മൾ വിദേശികളാകരുത്, അല്ലെങ്കിൽ മറവികളാകരുത്. പകരം നമ്മൾ മറ്റുള്ളവരുടെ ദാനങ്ങളെ ആഘോഷിക്കുന്ന ഒരു സമൂഹമായി മാറാം. പ്രോത്സാഹിപ്പിക്കാൻ വേഗത്തിൽ, പിന്തുണയ്ക്കാൻ വീണത്തിൽ, നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ ദൈവകൃപ വേഗത്തിൽ തിരിച്ചറിയുന്നതിന് വേഗത്തിൽ. നമ്മൾ അവഗണിക്കപ്പെട്ടവരായി തോന്നുമ്പോൾ നസ്രയത്തിലെ യേശുവിനെ നമ്മൾ ഓർക്കുന്നു. സ്വന്തം ആളുകളാൽ നിരസിക്കപ്പെടുന്നത് എന്താണെന്ന് അവനറിയാം. എന്നിട്ടും അവൻ പിതാവിൽ വിശ്വസിച്ചു. അവൻ മുന്നോട്ട് നടന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവേ, അങ്ങേ ഏറ്റവും നന്നായി അറിയാമെന്ന് കരുതിയവരാൽ നിരസിക്കപ്പെടുന്നത് എന്താണെന്ന് അങ്ങേക്കറിയാം. നമ്മുടെ ചുറ്റുമുള്ള സാധാരണക്കാരിൽ അങ്ങയുടെ കൃപ കാണാൻ പുതിയ കണ്ണുകൾ ഞങ്ങൾക്ക് നൽകണമേ. അസൂയ, താരതമ്യം, പഴയ അന്വേഷണങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ മോചിപ്പിക്കണമേ. മറ്റുള്ളവരുടെ ദാനങ്ങളെ ആഘോഷിക്കാനും ഞങ്ങളുടെ ജീവിതത്തിനായുള്ള അങ്ങയുടെ പദ്ധതിയിൽ വിശ്വസിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങ് പ്രതീക്ഷത്തിൽ വച്ചിരിക്കുന്ന നിധികളിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ. ആമേൻ.